ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് സിമ്പിളായിട്ട് ഒരു പിക്സൽ ആർട്ട് ചെയ്യാനാണ് പഠിപ്പിച്ചു തരാൻ പോകുന്നത്. ഇതിന് ഡ്രോയിങ് സ്കില്ലോ ഇല്ല പെയിൻറ്റിങ് സ്കില്ലോ സ്കെച്ചിങ് സ്കില്ലോ ഒന്നും വേണ്ട, നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. അപ്പം ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇത് ചെയ്ത് ഗോൾഡ് മൊത്തം ആക്കി വരുന്നുണ്ട്. എനിക്ക് ആ ഒരു ഏരിയ ഫുള്ളായിട്ട് ചെയ്ത് വെക്കണമെന്നാണ്. അപ്പോൾ ഞാനത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് വീഡിയോ ഇട്ട് കാണാം. സോ ബേസിക്കലി ഞാൻ ആദ്യമായിട്ട് പിക്സലായിട്ട് ട്രൈ ചെയ്തിരുന്നത് എൻ്റെ ഡ്രോയിങ് ബുക്കിൽ തന്നെ ആയിരുന്നു. 140 GSMൻ്റെ ബുക്കാണ്. ഒരു അളവിൽ ഇതുപോലെ ഓരോ സെൻറ്റിമീറ്റർ വെച്ച് അളന്നെടുക്കും. ബോത്ത് സൈഡിലും ഇതുപോലെ ഓരോ സെൻറ്റിമീറ്റർ വെച്ച് അളക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു സൈഡിൽ നിന്നും ഇതുപോലെ തന്നെ സെയിം ഇത് കണ്ട ഈ ഒരു അളവിൽ നമ്മളിങ്ങനെ ഒരു വരയിട്ട് കൊടുക്കുക. ഈ ഒരു വരയുടെ അടിസ്ഥാനത്തിൽ വേണം നമുക്കിനി ബാക്കി ചെയ്യാൻ. ഈ രണ്ട് സൈഡിലും നമ്മളിതുപോലെ ചെയ്ത് കൊടുക്കുക. സെയിം ഇവിടെയും നമ്മൾ മാർക്ക് ചെയ്യുക. ഏത് ലൈനാണോ ആ ലൈനിൽ നമുക്ക് പറ്റുന്ന എത്ര ലൈൻസ് ആണോ വേണ്ട അതനുസരിച്ച് നമ്മൾ മാർക്ക് ചെയ്യുക. ഞാൻ 1 സെൻറ്റിമീറ്റർ ആണ് എടുക്കുന്നത്. 1 സെൻറ്റിമീറ്റർ എടുക്കണമെന്നില്ല, ഇതിലും ചെറുതാക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. വരയ്ക്കേണ്ടതെന്ന് പറയുമ്പോൾ ഇവിടെ വരച്ചിരുന്ന 2 ലൈൻസ് തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് വരച്ചെടുക്കാം സിമ്പിളായിട്ട്. അതുപോലെ തന്നെ ഇവിടെ അടയാളപ്പെടുത്തുക 1 സെൻറ്റിമീറ്റർ അളവിൽ. ഈ 1 സെൻറ്റിമീറ്ററും ഇവിടുത്തെ ഈ ഒരു ഡോട്ടും ഈ ഡോട്ടുമായിട്ടൊക്കെ നേരെ അടയാളപ്പെടുത്തിയാൽ മതി. ഒരു സാമ്പിൾസ് കാണിക്കാം. ഇത് 0.5 ഞാൻ വരച്ചതായിരുന്നു. ഇത് 1 സെൻറ്റിമീറ്റർ വരച്ചാണ്. ഇത് പ്രിൻ്റ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇങ്ങനെ പ്രിൻ്റ് എടുത്ത് വേണം യൂസ് ആക്കാൻ പറ്റും. പ്രിൻ്റ് എടുക്കാൻ വേണ്ടി നമുക്ക് ഗൂഗിളിൽ കയറിയിട്ട് ഈ പിക്സൽ ആർട്ട് പേപ്പർ പ്രിൻ്റബിൾ എന്ന് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ കുറേ എക്സാമ്പിൾസ് കിട്ടും. സോ ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്ന പിക്സൽ ആർട്ട് ഇതാണ്. ഇത് കുറച്ചും കൂടെ ഹാർഡും അല്ല എന്നാൽ സിമ്പിളും അല്ല, ഒരു മീഡിയം ആയിട്ടുള്ളൊരു പിക്സൽ ആർട്ട് ആണ്. അപ്പം ഇത് തന്നെ നിങ്ങൾക്ക് ചെയ്ത് കാണിക്കാമെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ ഓൾറെഡി നോക്കേണ്ടത് ഇവിടുന്ന് എത്ര ഡോട്ട്സ് മേളിലോട്ടുണ്ടെന്നും അതുപോലെ തന്നെ താഴത്തോട്ട് എത്ര ഡോട്ട്സ് ഉണ്ടെന്ന് എണ്ണി നോക്കുക. സോ ഈ ആർട്ടിൽ മേളിലോട്ട് 20 ഡോട്ട്സും ആണ് എടുത്തേക്കുന്നത്. താഴത്ത് ബേസിലായിട്ട് ഇവർ 80 ഡോട്ട്സും ആണ് എടുത്തേക്കുന്നത്. നമ്മളപ്പോൾ അതനുസരിച്ചിട്ട് വേണം ഇവിടെ നോക്കാൻ. ഈ 80 ഡോട്ട്സിൽ ബേസിൽ നമ്മൾ തുടങ്ങുന്നതെന്ന് പറയുമ്പം 1 2 3 കോളം കഴിഞ്ഞിട്ടാണ് തുടങ്ങേണ്ടത്. 1 2 3 ഇവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു പെൻസിൽ യൂസ് ആക്കാൻ ശ്രമിക്കുക. കാരണം ഫസ്റ്റ് തന്നെ കയറി സ്കെച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകും. കാരണം നമുക്ക് ഡോട്ട്സ് തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫുൾ ആർട്ടും കുളവാകും. അതുകൊണ്ട് തന്നെ പെൻസിൽ ചെയ്യാൻ നോക്കുക. ഈ മാർക്ക് അനുസരിച്ച് ഈ ബ്ലാക്ക് ഡോട്ട്സ് എവിടെയൊക്കെയാണ് വരുന്നത് അതനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം ഫൈനലി ഞാൻ ഇതിൻ്റെ അകത്ത് ബ്ലാക്ക് ഡോട്ട്സ് വരേണ്ട എല്ലാം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സോ നമുക്ക് ഈ അടയാളപ്പെടുത്തിയതിനകത്തെല്ലാം ബ്ലാക്ക് കളർ കൊടുക്കാൻ നോക്കാം. ഇതിപ്പം സ്കെച്ച് പെൻ വേണമെന്നില്ല കേട്ടോ. സ്കെച്ച് പെൻ ഇല്ലാത്തവർക്ക് പെയിൻ്റ് ആണല്ലോ യൂസ് ചെയ്യാം. ഇതുപോലെ ഒരു ഔട്ട്ലൈൻ മാർക്ക് ചെയ്തതിന് ചുറ്റിനും കൊടുത്തിട്ട് പെയിൻറ് ചെയ്യാനും കളർ ചെയ്യാനും നോക്കുക. നമുക്ക് ഈസി ആയിട്ട് അകത്തോട്ട് നിന്ന് പുറത്തോട്ട് പകരാതെ യൂസ് ചെയ്യാൻ പറ്റും, കളർ ചെയ്യാൻ പറ്റും. ഈ പിൻട്രസ്റ്റിലൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ആർട്ട് ഐഡിയാസ് ഒക്കെ കിട്ടുന്നുണ്ട്. പിക്സൽ ആർട്ട് ഡ്രോയിങ്സെന്നോ പിക്സൽ ആർട്ടെന്നോ എന്തെങ്കിലും സെർച്ച് ചെയ്ത് നോക്കിയാൽ മതിയായി. വാം ഗ്രേ ആണ്. പെൻസിലെടുക്കുക. കൊടുത്തേക്കുന്ന ഈ ഒരു അറ്റത്ത് നിന്ന് ഇവിടം വരെയാണ് അത് കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ താഴ്ത്തുനിന്നും അങ്ങനെ തന്നെയാണ് തുടങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ആ ഒരു ബ്രൗൺ കളർ കൊടുക്കാം. അങ്ങനെ ഫൈനലി നമ്മുടെ ബ്രൗണും നമ്മൾ കൊടുത്തു. ഇനി ബാക്കിയുള്ളിടത്ത് ബ്ലാക്ക് കളർ കൊടുക്കാം. നമുക്കങ്ങനെ ഇതിന് കട്ട് ചെയ്തെടുക്കാം. ഈ ബോക്സ് അനുസരിച്ച് കട്ട് ചെയ്യാൻ ശ്രമിക്കണേ. നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. ഇതിപ്പം അടുത്തുനിന്ന് കാണുമ്പോഴാണ് ഈ സ്കെച്ചിൻ്റെയൊക്കെ നന്നായിട്ട് അറിയാം. നമ്മൾ ഭിത്തിയിൽ ഒട്ടിച്ചിട്ട് കുറച്ച് ഡിസ്റ്റൻസിൽ നിന്ന് കാണുമ്പോൾ ഇതിൻ്റെ ഭംഗി എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു വോൾ മൊത്തം ഒട്ടിക്കാനാണ് എൻ്റെ പ്ലാൻ. ഇത്രയും ചെയ്ത് തീർത്തിട്ടുണ്ട്. ഗായ്സ്, ഇത്രേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും എങ്ങനെയാണ് ഒരു പിക്സൽ ആർട്ട് ചെയ്യേണ്ടതെന്ന് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നിങ്ങൾ ഇതൊന്ന് പോയി ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് എനിക്ക് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ആർട്ടിസ്റ്റ് ആയിട്ടുള്ളതും ആർട്ടിസ്റ്റ് അല്ലാത്ത ഫ്രണ്ട്സിനും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.